ഇവിടെ മറ്റൊരു വിഷയം, സൂറത്തുൽ ബഖറയിലെ 159 വചനത്തിൽ ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ എന്നാണ് പ്രയോഗം വന്നത്. മൂടിവെക്കുന്നവരെ കുറിച്ച്, പൂഴ്ത്തിവെക്കുന്നവരെ കുറിച്ച്. അള്ളാഹു അവരെ ലാനത്ത് ചെയ്യും, ലാനത്ത് ചെയ്യുന്നവരും അവരെ ലാനത്ത് ചെയ്യും. എന്നാൽ ഇവിടെ ഈ 161 ആയത്തിൽ ഉലൈക അലൈഹിം ലാനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ എന്നാണ്. ലാനത്തുല്ല, അള്ളാഹുവിൻ്റെ ലാനത്ത്. ഇവിടെ ലാനത്ത് ഇസ്മാണ്, നാമം. എന്നാൽ അവിടെ യൽഅനുഹുമുല്ല എന്നിടത്ത് യൽഅനു ക്രിയയാണ്. വയൽഅനുഹുമുൽ ലാഇനൂൻ എന്നിടത്തും യൽഅനു എന്നുള്ള വർത്തമാന ഭാവികാല ക്രിയയാണ്. എന്താ തമ്മിൽ വ്യത്യാസം? ഈ പ്രയോഗത്തിൻ്റെ പ്രത്യേകത എന്ത്? അവിടെ യൽഅനുഹും എന്നിടത്ത് വർത്തമാന ഭാവികാല ക്രിയ അൽ ഫിഉലുൽ മുദാരി പ്രയോഗിച്ചു. അത് ഹുദൂസിനെയും തജദ്ദുദിനെയും അറിയിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ലാനത്തുണ്ടായിക്കൊണ്ടിരിക്കും. പൂഴ്ത്തിവെപ്പ് അതിൻ്റെ ആളുകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉണ്ടാകുമ്പോഴെല്ലാം ഈ ലാനത്ത് വന്നുകൊണ്ടിരിക്കും, ഭവിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. പൂഴ്ത്തിവെച്ചാൽ ലാനത്ത് വരും എന്നുള്ളതിനെയാണ് ആ പ്രയോഗം അവിടെ അറിയിക്കുന്നത്. എന്നാൽ ഇവിടെ അലൈഹിം ലാനത്തുല്ലാഹ്, അവരുടെ മേൽ ഭവിച്ചു കഴിഞ്ഞു അള്ളാഹുവിൻ്റെ ലാനത്ത്, അവരുടെ മേൽ ഭവിക്കും അള്ളാഹുവിൻ്റെ ലാനത്ത് എന്ന് പറയുമ്പോൾ അത് സുബൂത്തിനെയാണ് അറിയിക്കുന്നത്. അത് സ്ഥിരപ്പെട്ടു കഴിഞ്ഞു, ഭവിച്ചു കഴിഞ്ഞു, അത് അവർക്കുണ്ടായിരിക്കും എന്നാണ്. ഇവിടെ ഇസ്മ പ്രയോഗിക്കാൻ കാരണം ഈ ശിക്ഷാവിധിക്ക് അർഹരായവർ ഇനി അവരിൽ നിന്ന് പൂഴ്ത്തിവെപ്പ് ഉണ്ടാവില്ല. കാരണം എന്താ? ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ, പൂഴ്ത്തിവെച്ച് അവിശ്വാസികളായി കുഫാറുകളായി അവർ മരിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് തൗബക്ക് അവസരമില്ല, നന്നാക്കാനും വ്യക്തമാക്കാനും സാഹചര്യമില്ല. കാരണം അവർ മരിച്ചു കഴിഞ്ഞു. അതിനാൽ ഇനി എന്തേ അവർക്കുള്ളൂ? ഇനി അവർക്കുള്ളത് അവരുടെ ചെയ്തിക്കുള്ള, അവരുടെ പൂഴ്ത്തിവെപ്പിനുള്ള, അവരുടെ അവിശ്വാസത്തിനുള്ള ശിക്ഷയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഉലൈക അലൈഹിം ലാനത്തുള്ള എന്ന് പറഞ്ഞത്, ഇസ്മ പ്രയോഗിച്ചത്. അവർക്ക് ലാനത്ത് സ്ഥിരപ്പെട്ടു, ഉറപ്പായി എന്ന് അറിയിക്കാൻ വേണ്ടി. ഇതാണ് അവിടെ വ്യത്യാസം. അവിടെ ക്രിയ പ്രയോഗിച്ചു, ഇവിടെ നാമം പ്രയോഗിച്ചു. എന്തുകൊണ്ട്? ആ വിഷയം പണ്ഡിതന്മാർ മനസ്സിലാക്കി തരുന്നത് ഇപ്രകാരമാണ്.